കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് മനസ്സിലാകാത്തവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലാതെ മറ്റൊന്നുമില്ല. CPMന്റെ ഒരു ലക്ഷ്യം തന്നെ ഈ CPIയെ ഒതുക്കുക. അതായത് പാർട്ടിയുടെ ശരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശരിയായിട്ടുള്ള നിയമവിധേയമായിട്ടുള്ള നിലപാടെടുത്ത പാർട്ടിയെ നശിപ്പിക്കുക. ആദ്യം തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു. ആദ്യമേ കോൺഗ്രസിന്റെ വാലിൽ തൂങ്ങി നടക്കുന്ന പാർട്ടി എന്നുള്ള വിശേഷണത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവര് അഭിവാദ്യം ചെയ്തത്. വലതു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വലതന്മാർ എന്നൊക്കെയുള്ള പേരുകളിലാണ് അവരുടെ കമ്മ്യൂണിസ്റ്റ് പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അച്യുതമേനോന്റെ ഭരണത്തെ ഇതുപോലൊരു നാറിയ ഭരണം ഈ കേരള നാട് കണ്ടിട്ടില്ല എന്നും വിശേഷിപ്പിച്ചു. പക്ഷെ ഇതുപോലെ കേരളത്തിന് വികസനം ഉണ്ടായിട്ടുള്ള ഒരു ഭരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലെ തന്നെ ഒരു നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ബുദ്ധദേവ് ഭട്ടാചാര്യ ബാബുവിന് ശേഷം, അതായത് ജ്യോതി ബാസുവിന് ശേഷം ബംഗാളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. നമ്മളിപ്പോ കാണുന്നു ബംഗാളിൽ നിന്നുള്ള ആൾക്കാര് വളരെ കഷ്ടപ്പെട്ട് കോൺക്രീറ്റിന്റെ പണികള്, അതുപോലെ തന്നെ അടുക്കള പണികള്, അതുപോലെ തന്നെ ഹോട്ടൽ പണികൾ, ഇതെല്ലാം ചെയ്യാൻ ബംഗാളികൾ നിർബന്ധരായിരിക്കുന്നു. കാരണം എന്താ? അവിടെ ഒരു വ്യവസായത്തിന്റെ ഒരു പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. പലരും ആടുജീവിതം തന്നെയാണ് നയിക്കുന്നത്. കാരണം അവിടെ വ്യവസായ ശ്മശാനമായി മാറിക്കഴിഞ്ഞു. അതിനെ ഒന്ന് പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സിംഗരൂരിൽ ഒരു ടാറ്റയുടെ ഒരു കാർ ഫാക്ടറിക്ക് വേണ്ടുന്ന ആസൂത്രണങ്ങളും സഹായങ്ങളും ഒക്കെ നൽകി വന്നത്. അദ്ദേഹം ഈയിടെ മരിച്ചതുകൊണ്ടാണ് അതും കൂടെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ അത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നന്ദിഗ്രാമിലാണ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കി. നിങ്ങളുടെ കൃഷിഭൂമി പോവും, അതങ്ങ് ക്ലച്ച് പിടിച്ച് അത് ക്ലിക്ക് ചെയ്ത് അത് വൈറലായി എന്ന് പറയുന്നല്ലോ ചില പോസ്റ്റുകൾ. അതുപോലെ അങ്ങ് ആയിത്തീർന്ന ഭട്ടാചാര്യ പുറത്ത് ആവുകയും ആ കാർ ഫാക്ടറിയുടെ അവകാശവും അതുപോലെ തന്നെ അതിനുള്ള സ്ഥലവും ഗുജറാത്തിൽ കണ്ടെത്തുകയും ഗുജറാത്ത് അത്രമേൽ പുരോഗമിക്കുകയും ഗുജറാത്തിൽ നിന്ന് ആർക്കും മേലിൽ ഇങ്ങനെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ പോയി തെണ്ടിത്തിരിയാൻ ഇടയാവാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അതുപോലത്തെ ഒരു ഭരണം തന്നെയാണ് അച്യുതമേനോൻ കൊണ്ടുവന്നത്. പക്ഷെ അതിനുള്ള ശേഷം വന്ന ഗവൺമെന്റുകൾ അത് പിന്തുടർന്നില്ല എന്നുള്ളതാണ് സത്യം. വ്യവസായ ഭൂപടത്തിൽ കേരളത്തെ ഉയർത്താൻ വേണ്ടി TV തോമസിന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അത് പുരോഗമനാത്മകമായ ഒരുപാട് അറിയാവുന്ന സെന്റർ ഫോർ എക്സലൻസ് ആയിട്ടുള്ള ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളായണി കാർഷിക കോളേജ്, എന്തെല്ലാം കാര്യങ്ങളാണ് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്. കേരളത്തിനെ പറ്റി ശരിയായിട്ടൊരു കാഴ്ചപ്പാടോടെ, ഇപ്പൊ നരേന്ദ്രമോദി ഇന്ത്യയെ ഭരിക്കുന്നത് പോലെയുള്ള ഒരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോയ ആളാണ് അദ്ദേഹം. രാഷ്ട്രീയം നമുക്ക് പറയാം, വികസനോന്മുഖ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരുന്നു ഇരുവരും. ആ അച്യുതമേനോനെ എന്തെല്ലാം അപഹാസങ്ങളാണ് ഇവർ പറഞ്ഞത്. ചേലാട്ട് അച്യുതമേനോനെ നിന്റെ അമ്മയുടെ വോട്ടും ഞങ്ങൾക്കായെന്ന് വരെ മുദ്രാവാക്യം വിളിച്ച് കേരളത്തിലെ തെരുവീതികളിലൂടെ നടന്നുകൊണ്ടിരുന്നു. ആ പക ഇപ്പോഴും ഉണ്ട്. ഒരു മുന്നണിയായിട്ട് വല്യേട്ടനും കുഞ്ഞനിയനുമായിട്ട് ഭരണം നടത്തുമ്പോഴും ഈ കുഞ്ഞനിയനെ എങ്കിലും കായേനും ഇസഹാക്കും പോലെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് CPM അതിന്റെ കരുനീക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല CPM സഖാക്കളും രഹസ്യമായിട്ട് അത് പറഞ്ഞിട്ടുള്ള പരസ്യം തന്നെയാണത്. പക്ഷെ CPI ഇത് മനസ്സിൽ ഇടതുപക്ഷ ഐക്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നാവണം, ബൂർഷ്വാ ഭരണം തകർക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു. ഇപ്പൊ കോൺഗ്രസിനോടുള്ള ഇവരുടെ ചങ്ങാത്തം, CPIയുടെ ചങ്ങാത്തമാണ് അന്ന് പ്രശ്നമായെങ്കിൽ ഇന്നിപ്പോ 360 ഡിഗ്രി തിരിഞ്ഞ് കോൺഗ്രസുമായിട്ട് അവർ സഖ്യം മുന്നണി ഉണ്ടാക്കിയിരിക്കുകയല്ലേ. ഇന്ത്യ മുന്നണി ഒരു ഉളുപ്പുമില്ലാതെ അന്ന് പറഞ്ഞതെല്ലാം വിഴുങ്ങിയിരിക്കുകയല്ലേ BJPയെ തോൽപ്പിക്കാൻ എന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ അന്ന് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് ഞങ്ങളുടെ രാഷ്ട്രീയ ലൈനാണ് ശരിയെന്ന്. എങ്കിലും ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത് CPIയുടെ രാഷ്ട്രീയ ലൈനായിരുന്നു ശരിയെന്നല്ലേ തെളിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഭട്ടിയുണ്ട കോൺഗ്രസിൽ വെച്ച് കേരളത്തിലെ PKV ഭരണം രാജിവെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന് വേണ്ടി വലിയ വില കൊടുത്തു. പക്ഷേ എന്താ ഫലം? പരമപുച്ഛമാണ് CPIയോട് ഇപ്പോഴും CPMന്. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പൊ കേരള ഭരണത്തിൽ നടക്കുന്നത്. സപ്ലൈകോയ്ക്ക് പണമില്ല, നെല്ല് സംഭരണത്തിന് പണമില്ല, കൃഷി വകുപ്പിന് പണമില്ല. ഏതൊക്കെ വകുപ്പുകളുടെ ഭരണം CPI കൈയാളുന്നു ആ വകുപ്പുകളിലേക്കൊന്നും വേണ്ട തരത്തിൽ ധനം എത്തുന്നില്ല. കാരണം എന്താ? ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് CPMന്റെ ആളാണ്. മുഖ്യമന്ത്രി പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല. അതേസമയം കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്ന പൊതുവിതരണ സ്ഥാപനമുണ്ട്. മദ്യം മുതൽ എല്ലാ സാധനങ്ങളും വിൽക്കുന്ന നീതി സ്റ്റോറുകൾ ഉൾപ്പെടെ എല്ലാം ഉണ്ട്. അവരുടെ ഫണ്ടിലേക്ക് ഇഷ്ടം പോലെ പണം ട്രഷറിയിൽ നിന്ന് ചെല്ലുന്നുമുണ്ട്. നോക്കിക്കണോ ആ ചിറ്റമ്മ നയം.
സുനിധിയെയും സുരുചിയെയും പോലെ ഉള്ള ഒരു അനുഭവം, ഉത്തമനെയും ധ്രുവനെയും പോലുള്ള ഒരു അനുഭവം. അതാണ് CPIക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചിറ്റമ്മ നയം. ആ നയം ആയിട്ട് പോലും സീരിയസ് ആയിട്ട് CPI ചിന്തിച്ചിരുന്നില്ല. ഇപ്പൊ ബിനോയ് വിശ്വം വന്നപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഈ മുന്നണി വിട്ടുപോകാൻ അവർക്ക് ചങ്കൂറ്റമില്ലെന്നുള്ളതാണ്. ഇപ്പൊ ഒരു പ്രശ്നവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് CPM വിട്ടുപോയാലും CPI ചെന്നെത്തുക ഇന്ത്യ മുന്നണിയിൽ തന്നെയാണ്. അപ്പൊ രണ്ടുപേരും ഇന്ത്യ മുന്നണിയിൽ തന്നെ തുടരും. BJP എതിർക്കാനുള്ള നയം അവർക്ക് തുടരാം. പക്ഷേ CPM-നെ വിട്ടൊരു പരിപാടിക്ക് അങ്ങനെയാണെങ്കിൽ UDF തീർച്ചയായിട്ടും കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു. UDF ആയാലെന്താ? ബംഗാളിൽ അങ്ങനെയല്ലേ നിങ്ങൾ തൃണമൂലുമായിട്ടല്ലേ ഐക്യം സ്ഥാപിച്ചത്? തൃണമൂലുമായിട്ട് ഐക്യം സ്ഥാപിച്ചില്ലേ നിങ്ങൾ? പിന്നെന്താ ഇവിടെ എന്താ കുഴപ്പം? അപ്പോ അതുകൊണ്ട് ത്രിപുരയിലും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ BJP തോൽപ്പിക്കാൻ വേണ്ടി? അപ്പൊ അതുകൊണ്ട് ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അവർക്ക് CPM തന്നെ വലിയേട്ടനായിട്ട് വേണം. ഇത്രയധികം അഴിമതി ആരോപണങ്ങളെ നേരിട്ടിട്ടും ഇത്രയധികം കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ DYFI കേഡറുകളും SFI കേഡറുമൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്ന് ബിനോയ് വിശ്വം തന്നെ പറയേണ്ടി വന്നിട്ടും ആ ചങ്ങാത്തം അവസാനിപ്പിക്കാനും തങ്ങളോട് കാട്ടുന്ന ഈ അവഗണനയ്ക്കെതിരെ ധീരമായ ശബ്ദം ഉയർത്താനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വെളിയൻ ഭാർഗവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ക്വാളിറ്റിയുള്ള കേഡറുകളെ ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം, അല്ലാതെ കേഡറുകളുടെ എണ്ണം കൂട്ടുകയല്ല. വളരെ വാസ്തവമാണത്. അവർക്ക് ആള് കുറവാണ്, നേതാക്കന്മാർ കൂടുതലുമാണ് CPIക്ക്. പക്ഷെ അഴിമതിയുടെ കറ വലുതായിട്ടൊന്നും അവരുടെ വസ്ത്രങ്ങളെ ബാധിച്ചിട്ടില്ലെന്നുള്ളത്. ഇപ്പൊ ചില കേസുകളൊക്കെ വരുന്നുണ്ട്. അത് ഒരുതരം അപജയത്തിന്റെ ഫലമായിട്ടുള്ള ചില ഒറ്റപ്പെട്ട കേസുകൾ, സ്ത്രീ പീഡനം അങ്ങനെയുള്ള കേസുകൾ CPIക്കെതിരെയും വരുന്നുണ്ട് ഇപ്പോ. അത് ആ കൂട്ടുകെട്ടിന്റെ ഫലമായിരിക്കും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ അത് സൗരഭ്യമല്ല, നാറ്റമായാലും അതും കൂടെ കുറച്ച് ബാധിച്ചതായിരിക്കാം. എന്നാലും കോൺഗ്രസ് ക്ഷണിച്ചതാണ് CPI അവരുടെ മുന്നണിയിലേക്ക് വരാൻ. അത് എന്ന് കേരള കോൺഗ്രസിനെ വെച്ചുകൊണ്ട് CPI ഒതുക്കാൻ ശ്രമിച്ചതാണ് ഈ CPM. എന്നിട്ടും വിട്ടുപോകാതെ കൂട്ടുകാരായിട്ട് ഓൾ വെതർ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ അങ്ങ് ചമഞ്ഞുകൊണ്ട് ഇങ്ങനെ നാണം കെട്ട ഈ പാർട്ടിയിൽ തുടരേണ്ട കാര്യമുണ്ടോ? നിങ്ങളെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു CPI പെൺകുട്ടി അപമാനിച്ചില്ലേ? അവരുടെ വയറ്റത്ത് കയറി ചവിട്ടിയില്ലേ SFIയുടെ നേതാവ്? നിങ്ങൾ എന്ത് പ്രതികരിച്ചു? എങ്ങനെ പ്രതികരിച്ചു? ഒരു പ്രതികരണം ഉണ്ടായില്ലല്ലോ. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ലോക്കൽ കമ്മിറ്റി തലത്തിലും ഏരിയ കമ്മിറ്റി തലത്തിലുമൊക്കെ CPIക്കാർക്ക് നല്ലപോലെ അടിയും കൊടുക്കുന്നുണ്ട് CPM. അങ്ങനെയും അവരുടെ ഈ ജനകീയ ജനാധിപത്യ വിപ്ലവം നടപ്പാക്കുന്നുണ്ട്. CPI പറഞ്ഞത് ദേശീയ ജനാധിപത്യ വിപ്ലവം എന്നാണ്. അപ്പൊ അന്ന് പറഞ്ഞ ദേശീയ ജനാധിപത്യ വിപ്ലവത്തിലേക്കാണ് ഇന്ത്യ മുന്നണി വഴി CPM വന്ന് എത്തിയിരിക്കുന്നത്. പക്ഷെ നയത്തിൽ അവർ വളരെ വ്യത്യാസപ്പെട്ടിട്ടെങ്കിലും അവരുടെ ഒരു നയം ഇപ്പോഴും മാറിയിട്ടില്ല. അതായത് CPIയെ തകർക്കുക. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇപ്പൊ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടിയിരിക്കുകയാണ്. CPIയുടെ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ സോഫ്റ്റ് ലൈൻ പുലർത്തുന്ന ഒരാളാണ് ബിനോയ് വിശ്വം എന്നത് തന്നെയാണ് കാരണം. അതുകൊണ്ട് CPM-ന് ചിരിക്കാം. CPIയെ ക്രമേണ ഒതുങ്ങി വരികയാണ്. CPI ഇന്ത്യയിലെന്നല്ല കേരളത്തിൽ ഒതുങ്ങി വരികയാണ്. ആ ഒതുക്കം പൂർത്തിയാക്കാൻ നമ്മളെല്ലാം ആദരിക്കേണ്ട ഒരു നേതാവിനെയാണ് തിരുവനന്തപുരത്തിട്ട് CPM-ഉം കൂടി പരാജയപ്പെടുത്തിയത്. പന്ന്യൻ രവീന്ദ്രൻ, ലാളിത്യത്തിന്റെ ഉന്നത ശൃംഖമായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനെ. നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അനുഭവങ്ങൾ അടി കൊണ്ടാലും പഠിക്കത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഇതുപോലുള്ള ചിന്തകൾ പങ്കുവയ്ക്കാം എന്നുള്ളതിനപ്പുറം യാതൊരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് ഇതെല്ലാം നൽകുന്ന പാഠം.